സിനിമയിൽ സജീവമല്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട താരമാണ് സംയുക്ത വർമ്മ. സിനിമയിൽ സജീവമായി നിന്നിരുന്ന സമയം നടനായ ബിജു മേനോനെ വിവാഹം കഴിച്ചതോടെ സിനിമയിൽ നിന്നും താരം പിൻവാങ്ങുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന സംയുക്ത വർമ്മ ഇടയ്ക്ക് ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കാറുമുണ്ട്. ഇടയ്ക്ക് വെച്ച് നടി യോഗ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ യോഗ ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് നടി. എന്നും യോഗ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാനും തുടർച്ചയായി ഒരു കാര്യത്തിലും നിൽക്കുന്നയാളല്ല. അതുകൊണ്ടാണ് എൻ്റെ ഭാരം കൂടിയതും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നത്. എൻ്റെ സഹോദരി നെതർലാൻഡ്സിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. 3-4 മാസമായി ഞാനിവിടെ അവരുമായി എൻജോയ് ചെയ്യുകയാണ്. രാത്രി വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ തെറ്റാണ് ശരിക്കും. കുടുംബത്തിൽ എല്ലാവരും കൂടുന്ന സമയത്ത് അതൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? 1-2 മാസം നമ്മളിങ്ങനെ നടക്കും, പിന്നെ പതുക്കെ പഴയ ട്രാക്കിലേക്ക് വരും. വന്നേ മതിയാകൂ. പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ. എനിക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വയസ്സിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവുമല്ലോ. നമുക്ക് ഹോർമോൺ വ്യത്യാസങ്ങൾ വരും. ഭക്ഷണം ഒരുപാട് ലേറ്റായി കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ. അത് പണ്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല 10 കൊല്ലം മുമ്പ് ഞാൻ ചെയ്തിരുന്ന പ്രാക്ടീസ് എനിക്കിപ്പോൾ ചെയ്യാനും പറ്റുന്നില്ല. ശാരീരികമായി നമുക്ക് മാറ്റങ്ങൾ വരും. വയസ്സ് കൂടുന്നതിൻ്റെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. അതൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ മുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പോഴും കഴിക്കുന്നത്. ഇപ്പോഴുള്ള ഏത് കുട്ടികളാണ് ബർഗറും പിസയും നൂഡിൽസും ഒക്കെ കഴിക്കാത്തത്? അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ ഈ കൗമാരക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? കുട്ടികൾ അവർക്ക് 2-3 വയസ്സുള്ളപ്പോൾ മുതൽ കഴിക്കുന്നതാണ് ഇതൊക്കെ. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് ദഹിപ്പിക്കാനുള്ള ശക്തി അവരുടെ ശരീരത്തിനുണ്ട്. പക്ഷേ നമ്മൾ തന്നെ പറയും ആവശ്യമില്ലാത്തത് കഴിക്കേണ്ട, ചീത്തയാണ് എന്നൊക്കെ. ഇതൊക്കെ കുട്ടികൾക്ക് സ്ട്രെസ്സായി മാറും. എനിക്ക് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടായിരുന്നു. ശ്വാസമുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സംയുക്ത പറയുന്നു. അത് സ്ട്രെസ് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പുറത്തു പോകുന്നത് പല സമയങ്ങളിലാണ്. രാത്രി ഒരുപാട് വൈകി കിടന്നുറങ്ങുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PCOS ഉണ്ടായത്. നമുക്ക് അസുഖങ്ങൾ വരാൻ പറ്റില്ല, അസുഖങ്ങളെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വരുന്നത് അസുഖങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വികാരങ്ങളാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ യോഗ പഠിപ്പിക്കും, ദഹിപ്പിക്കും എന്ന് പറയും. നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാകണം. ശരീരം കൊണ്ട് മാത്രമല്ല, മാനസികമായിട്ടും. പുറത്തു നിന്നൊരാൾ നമ്മളെ ചീത്ത പറയുകയോ പുച്ഛിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സ് അതിനെ ദഹിപ്പിക്കണം. ദഹിപ്പിച്ച് പുറത്തേക്ക് കളയണം. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയേണ്ടതാണ്. ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള അധികം പേർക്കും ഈ ഇമോഷൻസ് ദഹിപ്പിക്കാൻ ഉള്ള ശക്തിയില്ല. അതാണ് ആത്മഹത്യയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്നത്. കരച്ചിൽ വന്നാൽ കരയുക, അതിന് ശക്തി വേണമെന്നും നടി പറയുന്നു.